ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചക്ക കൊണ്ട് ഒരു ഈസി സ്നാക്കായിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ഉണ്ട ശർക്കര സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. നമ്മൾ ആവിയിലാണിത് വേവിച്ചെടുക്കുന്ന സ്നാക്കാണ്. സിമ്പിളാണ്. ചക്കയൊക്കെ കിട്ടുന്ന കാലമാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ ശർക്കര ഒന്ന് മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഞാൻ 250 ml കപ്പിൽ തന്നെ 1 കപ്പ് അരിപ്പൊടി, നമ്മൾ പത്തിരി നൂലപ്പൊക്കെ തയ്യാറാക്കുന്ന അരിപ്പൊടിയില്ലേ, അത് എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് വറുത്ത റവയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ വറുക്കാത്ത റവ ഉണ്ടെങ്കിൽ വറുക്കാത്ത റവയും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 3-4 പിഞ്ച് വരുന്ന ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ സമയത്ത് നമ്മുടെ ഇവിടെ ശർക്കര എല്ലാം മെൽറ്റായി ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റിയേക്കാം. ഇത് ഇത്ര തിളച്ച കട്ട ചൂടോടുകൂടി ചേർത്ത് കൊടുക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ഫ്രഷ് ആയിട്ട് ചെറുകി എടുത്തിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിയിലേക്ക്. ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏലക്കപ്പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 ഏലക്ക ഒന്ന് ചതക്കി ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് നമുക്കൊരു സൈഡിലേക്ക് നീക്കി വെക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഒരു 5 ചുള ചക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ തേങ്ങ ചെറുകിയെടുത്തപ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കഴിഞ്ഞ് വരും. എന്തുവേ നിങ്ങളെന്താ പറയുക, അത് പീസായിട്ട് വരും. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതും ഈ ചക്കയിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ശർക്കരപ്പാനി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് തേങ്ങ ഇട്ടൊന്ന് അരച്ചെടുത്താലും മതി. എൻ്റെ അടുത്ത് കുറച്ചിങ്ങനെ പോകുന്നത് കൊണ്ട് അത് ഇട്ട് അരച്ചൊന്ന് മാത്രം കേട്ടോ. ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ ചക്കയും തേങ്ങയും കൂടി ഇതിലേക്ക് നമ്മുടെ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴത്ത് രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും ഒരുപാട് പ്രധാനമാണ് മുന്നോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും കാണുമ്പോൾ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പ് അരിപ്പൊടി 1/4 കപ്പ് റവയും എടുത്തപ്പോഴാണ് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് ശർക്കരയൊന്ന് മെൽറ്റാക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റവയും അരിപ്പൊടിയും വെള്ളം കുടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ശർക്കരപ്പാനിയുടെ അളവ് വരിക കേട്ടോ. ഇപ്പോൾ ഇത് ലാസ്റ്റുള്ള ഭാഗം മൊത്തത്തിലൊന്ന് അരിച്ച് എടുത്തിട്ടുണ്ട്, അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം പാട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടുള്ളതും അല്ല. കുറച്ചൊരു തിക്കായിട്ടാണ്. അവസാനം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ കാണിച്ചു തരാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. എൻ്റെ അടുത്ത് പൊടി ഇല്ലാത്തതുകൊണ്ട് ജീരകം ചേർത്തു. പിന്നെ 1 കപ്പ് ഇതുപോലെ ചക്കയൊന്ന് ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ചക്ക ഒന്ന് ശർക്കരപ്പാനിലൊന്ന് വിളയിച്ചിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടി മധുരം കൂടുന്നുള്ളൂ. ഇതൊരു പാകത്തിനുള്ള മധുരമാണ് ഉണ്ടാവുക. 2 ഉണ്ട ശർക്കര ആകുമ്പോൾ. ചക്കയാണെങ്കിൽ നല്ല മധുരവും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ഒന്ന് വിളയിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശർക്കര കൊണ്ടുണ്ടാക്കുന്ന എല്ലാ ഐറ്റംസിനും ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കൂടും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. എല്ലാം പാട് നന്നായിട്ട് മിക്സാക്കി അവിടെ വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. ഇപ്പോൾ വെള്ളം ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു തട്ടിറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ സ്റ്റീൽ പാത്രം വെച്ചിട്ടാണ് നമ്മളിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരല്പം നെയ്യൊന്ന് ബ്രഷാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള സംഭവം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം വിചാരിച്ചു ഒന്ന് കുറച്ച് ഇതുപോലെ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഇഡ്ഡലിയുടെ ആ തട്ടുണ്ടാവില്ലേ കുഴിയുള്ളത്, അതിൽ കുറച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഓർത്ത് വേണ്ട, ഇത് എല്ലാം പാടെ ഒരുമിച്ച് ഒഴിക്കുകയാണ്. എന്നാൽ കുറേ ഉണ്ടാക്കാനും ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഇതിലേക്ക് തന്നെ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുത്തപ്പോൾ എനിക്കിപ്പോൾ ഇത് കുക്കിംഗ് ടൈം വരുന്നത് ഒരു 25 മിനിറ്റോളം വന്നിട്ടുണ്ട്. കുറച്ച് കട്ടിയിൽ നമ്മൾ തയ്യാറാക്കുന്നതുകൊണ്ട് ഒരു 25 മിനിറ്റ് വന്നിട്ടുണ്ട്. കാരണം കുറച്ചാണ് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ക്രഷാക്കി വെച്ചിരുന്ന ചക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് വെറുതെ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് മെൽറ്റായി പോകും കേട്ടോ. അപ്പോൾ എനിക്കൊരു 25 മിനിറ്റ് കൊണ്ട് എൻ്റെ ചക്ക അപ്പം അഥവാ ചക്ക അട എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം കേട്ടോ.
റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ ചൂടാണ്, ഇനി ചൂടൊന്ന് ആറട്ടെ. ഇപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്, നടുക്കൊക്കെ ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ 250 ml കപ്പ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമല്ല കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സൊക്കെ അളവാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതാ ചക്കയൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞില്ലേ, വെന്ത് വരുമ്പോൾ ഒന്ന് അലിഞ്ഞ് മെൽറ്റായിട്ടുണ്ടെന്ന് അത് കയ്യിലൊക്കെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കുമ്പോൾ. ഇപ്പോൾ ഇത് നമുക്കിതൊന്ന് കട്ടാക്കി നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുന്ന സമയത്ത് കളിച്ചിട്ട് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ചക്ക കൊണ്ടുള്ളൊരു അടയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും.